ചെറുപ്പം മുതലേ യാത്ര ചെയ്യാൻ വളരെ ഇഷ്ടമുള്ള ആളാണ് ഞാൻ. ആദ്യമായിട്ട് എൻ്റെ അപ്പച്ചനെ കൂടിയാണ് ഞാൻ യാത്ര പോയത്. അതിൽ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ. ഞാൻ മേരി, എനിക്ക് 72 വയസ്സാണ്ട്. ഈ കാലയളവിൽ ഒരുപാട് സ്ഥലങ്ങളിലെല്ലാം ഞാൻ പോയി. ഇനിയും പോകാത്ത സ്ഥലങ്ങളിലെല്ലാം പോകാനുള്ള ആഗ്രഹങ്ങളുണ്ട്. ഞാൻ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും കൂടിയാണ് ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ളത്. അതിൽ മറക്കാൻ പറ്റാത്തത് വേളാങ്കണ്ണി പോക്കാണ്. ഞാൻ 2ലോ 3ലോ പഠിക്കുമ്പോഴാണ് ഞങ്ങൾ ബസ്സിന് പോകുന്നത്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് വിമാനത്തിൽ കയറുന്നത്. അപ്പച്ചൻ എന്നെയും അമ്മച്ചിനെയും കൂടി ദുബായിൽ കൊണ്ടുപോയി. അതാണ് ഞാൻ ഏറ്റവും അധികം ദൂരം യാത്ര ചെയ്ത സ്ഥലം. ഇന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ ആ പഴയ കാര്യങ്ങളെല്ലാം എനിക്ക് ഓർമ്മ വന്നു. എനിക്ക് 68 വയസ്സായപ്പോൾ ഞാൻ തുണി തിരുമ്മിക്കൊണ്ടിരിക്കണമായിരുന്നു. പെട്ടെന്ന് കൈ ഒടിഞ്ഞ് അത് ആസ്പത്രിയിൽ കൊണ്ടുപോയപ്പോൾ അത് സ്റ്റീലിട്ടിട്ട് ഓപ്പറേഷൻ ചെയ്ത് സ്റ്റീലിടണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റീലിട്ടപ്പോൾ ഡോക്ടറിന് ഇങ്ങനെ പെട്ടെന്ന് കൈ ഒടിഞ്ഞ് എന്താണെന്നിട്ട് എല്ല് ടെസ്റ്റ് ചെയ്തപ്പോൾ എല്ല് ദ്രവിച്ചിരിക്കണമെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് കാല് കറുത്ത് പോയി. പോലത്തെ കാലിങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലെന്ന് പറഞ്ഞ് ഉടനെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് കാലിൻ്റെ മുട്ടുകാലിൻ്റെ അവിടെ നിന്ന് മുറിച്ച് കളഞ്ഞ്. എന്നിട്ട് അവർ പിന്നെ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തിട്ട് അവർ പറഞ്ഞ് ഞങ്ങൾ കാല് വെച്ച് തരാൻ വെക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ക്യാമ്പ് വന്നപ്പോൾ അവർ വിളിച്ച് പറഞ്ഞ് എനിക്ക് കാല് തന്നു. ഇപ്പം ഞാൻ അകത്തൊക്കെ അങ്ങനെയൊക്കെ നടക്കും. എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് ദൂരെ യാത്രയൊന്നും പോകാറില്ല. പിന്നെ വല്ലപ്പോഴും മാൻ്റെ കൂടി അടുത്തെവിടെയെങ്കിലും പോകും. ഞാൻ മേരിയെ കണ്ട നാൾ മുതൽ മേരിക്ക് ടൂറ് പോകാൻ ഭയങ്കര താല്പര്യമുള്ള ആളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ മനസ്സിന് വിഷമം വരുമ്പോൾ പപ്പേ നമുക്കൊരു ടൂറ് പോയാലോ എന്നോട് ചോദിക്കാറുണ്ട്. ഞാനത് സമ്മതിക്കുകയും ചെയ്യും. ഞങ്ങളങ്ങനെ പോകും, പല സ്ഥലത്തും പോകാറുണ്ട്. മേരിക്ക് സുഖമില്ലാതെ ആയപ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എനിക്കും മാനസികമായിട്ട് ഭയങ്കര വിഷമമായിരുന്നു. ടൂറൊന്നും പോകാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് എന്നോട് പല പ്രാവശ്യം പറയുമായിരുന്നു. അങ്ങനെ ദൈവം സഹായിച്ച് ഞങ്ങൾക്കൊരു കാല് കിട്ടി. അങ്ങനെ ഞങ്ങൾ വീണ്ടും ടൂർ പോകാനുള്ള ഒരുക്കത്തിലാണ്. നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്, അത് നേടിയെടുക്കണം. എൻ്റെ സന്തോഷം യാത്രകളാണ്. അത് ഇനി പറ്റാവുന്നത്രയും ചെയ്യും.